കുവൈറ്റിലെ പ്രവാസി കലാകാരന്മാരിൽ വ്യത്യസ്തരാണ് എറണാകുളം മണ്ണത്തൂർ ഗ്രാമത്തിലെ സൂരജ് ദാമോദരൻ. പാഴ്വസ്തുക്കളിൽ നിന്ന് മനോഹരമായ ശില്പങ്ങളാണ് ഇദ്ദേഹം സൃഷ്ടിക്കുന്നത്. കുവൈറ്റിൽ നമ്മൾ വ്യത്യസ്തരായ കലാകാരന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പാഴ്വസ്തുക്കളിൽ നിന്നും മനോഹരമായ ശില്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യത്യസ്തനായ കലാകാരൻ സൂരജ് ദാമോദരൻ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സൂരജ്, നമസ്കാരം. കേരള വിഷയിലേക്ക് സ്വാഗതം. താങ്ക് യു. സൂരജ് ഈ കുവൈറ്റിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാനൊരു 10 വർഷത്തിന് മുകളിലായി. 10 വർഷം കഴിഞ്ഞു. ഇപ്പൊ കുവൈറ്റിൽ എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ HVAC ടെക്നീഷ്യനാണ്. സെൻട്രൽ എസിയുടെ വർക്കാണ് എനിക്ക് ഉള്ളത്. ആക്ച്വലി പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വിശ്വകർമ്മ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. അതാണ് എൻ്റെ ബേസിക്. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വെൽഡിങ്, പിന്നെ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വർക്കും ഇതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. സ്ക്രാപ്പ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം. ഈ സ്ക്രാപ്പ് മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? അതായത് ഞങ്ങളുടെ ഒരു AC അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ ബാലൻസ് വരുന്ന കുറെ കട്ട് പീസ് ഉണ്ടാവും. സമയം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഒരു രൂപമാണ് ഇത്, ഈ തുമ്പിയുടെ. അതിപ്പോ പിന്നെ ഓരോന്നും കൂടെ ഉണ്ടാക്കണം തോന്നി. അങ്ങനെ ഒരു 8-10 ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങനെ ഒരു ഹാബിറ്റായിട്ട് മാറി. ഇപ്പൊ അങ്ങനെയാണ് ഒരു 100-125 പീസ് ഉണ്ടാക്കി. എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഇത് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നമുക്കൊരു എക്സിബിഷൻ കുറെ എക്സിബിറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ എക്സിബിറ്റ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 200-300 പീസെങ്കിലും വേണം. കാരണം ഒരു വലിയ ടേബിൾ ഫുള്ള് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. എക്സിബിഷൻ എന്നുള്ളത് കൂടുതൽ ആൾക്കാരിലേക്ക് നേരിട്ട് അത് ഫിസിക്കലി കാണാനുള്ള ഒരു അവസരമാണ് എക്സിബിഷൻ. അപ്പോൾ അതിനുള്ളൊരു സാധ്യതകൾ ഉണ്ടാകട്ടെ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഇങ്ങനെ നമ്മള് ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ചില കലയോടുണ്ട്. ഇപ്പൊ പാട്ട് അല്ലെങ്കിൽ വരയ്ക്കുക എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാട്ട് പാടാറുണ്ട്, പ്രോഗ്രാംസിന് പോവാറുണ്ട്. അങ്ങയുടെ ഈ ശില്പങ്ങളിൽ ഞാനൊരു താജ്മഹൽ കണ്ടു വലിയതായിട്ടുള്ള. അത് ഏത് മീഡിയയാണ്? അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? താജ്മഹൽ ആക്ച്വലി ഉണ്ടായത് മോളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിനുണ്ടാക്കിയതാണ്. അതിന്റെ സൈഡെല്ലാം വന്നിരിക്കുന്നത് തടിയാണ്. 2 mm ഉള്ള MDF വെച്ചിട്ടാണ് ചെയ്തത്. മുകളിലിരിക്കുന്ന മകുടം മാത്രം തെർമോക്കോളിന്റെ ഷീറ്റ് കൂട്ടി ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വിനോദം എന്ന നിലയിൽ പലതരത്തിലുള്ള രൂപങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങളോ സംവിധാനങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ട്? കണ്ടുപിടുത്തമല്ല, അതൊരു റിയാലിറ്റിയാണ്. നിത്യജീവിതത്തിൽ നമുക്ക് അറിയാമല്ലോ, നമ്മൾ കുവൈറ്റിൽ ഒരു ഫ്ലാറ്റാണ്, വളരെ ചുരുങ്ങിയ ഏരിയ നമുക്കുള്ളൂ. അപ്പൊ പണ്ട് പോലെ എനിക്ക് ബാൽക്കണി വലിയ ഇഷ്ടമായിരുന്നു. ബാൽക്കണി ഒരു വീടെന്ന്. അപ്പൊ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. അപ്പൊ ബാൽക്കണിയുടെ സൗകര്യം ഒട്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തുണി അലക്കി നമ്മൾ ഉണങ്ങാനിടും. അതൊരു അഴ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മോട്ടറൈസ്ഡാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ പോയി ഏറ്റവും ടോപ്പിൽ നിൽക്കും. ആവശ്യമുള്ളപ്പോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് താഴെ വരും. അപ്പൊ ബാൽക്കണിയിൽ അഴയുള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. നമുക്ക് ബാൽക്കണി അതേ രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കിച്ചണില് ഇടിയപ്പം ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നൂലപ്പം എന്ന് പറയും. അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണത്. പക്ഷെ അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് നല്ല പ്രഷർ കൊടുക്കണത്. അപ്പൊ അതൊരു മോട്ടറൈസ്ഡ് ആക്കിക്കൊണ്ട് അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 വർക്ക്. പിന്നെ തേങ്ങ ചരണ മെഷീൻ ഉണ്ട്, ഉള്ളി എരിയണ മെഷീൻ, അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. വാർത്തകൾ കണ്ടിട്ട് ഇത്തരം ഉപകരണങ്ങൾ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഞാൻ തേങ്ങ സ്ക്രാപ്പ് ചെയ്യണ മെഷീൻ ഉണ്ടാക്കി ഒരു 25 എണ്ണത്തോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കുടുംബം ഫുൾ സപ്പോർട്ടാണ്. 100%. അവർക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മോളാണുള്ളത്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ദക്ഷിണ സൂരജ്. വൈഫ് ഷർമിള സൂരജ്. നാട്ടില് ഞങ്ങള് എറണാകുളം ജില്ലയാണ്, മണ്ണത്തൂർ എന്ന് പറയും. മണ്ണത്തൂർ ഗ്രാമത്തിലാണ് ഞങ്ങള്. ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്, പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. വലിയൊരു മാധ്യമമാണ്. സൂരജ് ദാമോദരൻ എന്ന കലാകാരനെ ഇനിയും കൂടുതൽ ആൾക്കാർ അറിയട്ടെ. താങ്ക് യു. വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന നിരവധി കഴിവുകളുള്ള സൂരജ് ദാമോദരൻ എന്ന ഈ കലാകാരനെ കേരള വിഷൻ വഴി ഇനി ലോകം അറിയട്ടെ. ക്യാമറമാൻ പ്രവീൺ കൃഷ്ണയോടൊപ്പം IV സുനേഷ്, വെങ്ങര.